वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ 12 രാശികൾക്കുള്ള ഫലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണുക. വർഷഗ്രഹങ്ങളുടെ ഫലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ, ശുക്രൻ, ബുധൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമഫലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസഫലം തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഏപ്രിൽ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മേടൻ രാശിയിൽ ചന്ദ്രനും, എടവത്തിൽ വ്യാഴവും, മിഥുനത്തിൽ കുജനും, കന്നിയിൽ കേതുവും, മീനത്തിൽ ശനി, രാഹു, സൂര്യൻ, ശുക്രൻ, ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില. ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ചന്ദ്രൻ ഓരോ രാശിയിലും 2.25 നക്ഷത്രങ്ങളിലായി 12 രാശികളിലും സഞ്ചരിക്കും. ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ഫലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകരൻ രാശിയിലുള്ള ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകരലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ, ചന്ദ്രൻ്റെ ദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ തൃതീയ ഭാവസ്ഥിതി കൊണ്ട് പരിശ്രമങ്ങളിൽ മന്ദനിലയൊക്കെ ഉണ്ടാകും. ഏതൊരു കാര്യവും പലവട്ടം ചിന്തിച്ച ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഒരു ഭയമൊക്കെ തോന്നിപ്പിക്കും. എല്ലാ കാര്യത്തിലും നിദാനമുണ്ടാകും. അടിക്കടി യാത്രകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരുപാട് ആലോചിക്കും. അത്ര പെട്ടെന്ന് പോകാൻ കൂട്ടാക്കുകയില്ല. ഊഹിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. എല്ലാ കാര്യവും സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കും. എഴുത്ത്, കവിതകൾ, കലകൾ എന്നിവയിലൊക്കെ കൂടുതൽ താല്പര്യമുണ്ടാകും. ഏതൊരു സാഹചര്യമാണെങ്കിലും ശരി, താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ ലളിതമായി പറയും. അത് കേൾക്കുന്ന ചിലർക്കൊക്കെ ആ കാര്യത്തിൽ നീരസമുണ്ടായി എന്നും വരും. പണമൊക്കെ ചെലവ് ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് ആവശ്യത്തിന് മാത്രം ചെലവ് ചെയ്യുന്ന ഗുണമുണ്ടാകും. ചെറിയ പ്രായത്തിൽ തന്നെ തത്വജ്ഞാനമൊക്കെ പറയുന്നവരാണ്. ഇവരുടെ ധനനില പടിപ്പടിയായി മാത്രമേ ഉയരുകയുള്ളൂ. എപ്പോഴും മറ്റുള്ളവരെ ഭയപ്പെടുന്നൊരു സ്വഭാവ ഗുണം ഇവർക്കുണ്ടാകും. ഇവരെ പറ്റിയുള്ള ദുഷ്പ്രചരണം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട്. പാരമ്പര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവരെ പറ്റി ഇവർ തന്നെ പരസ്യം ചെയ്യാനും ഇഷ്ടപ്പെടും. നല്ലതായാലും ചീത്തയായാലും ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ ഒരു സംസാര വിഷയമൊക്കെ ആകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. ഇവർക്ക് രഹസ്യം സൂക്ഷിക്കാൻ തീരെ കഴിയുകയില്ല. സമൂഹത്തിൽ ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാര വിഷയമാകും. ഇവരുടെ കലാപരമായ കഴിവുകൾ സമൂഹം ഇഷ്ടപ്പെടുന്ന വിധത്തിലൊക്കെ ആയിരിക്കും. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് തൻ്റെ അധികാരവും കോപത്തെയും ഒക്കെ കാണിക്കും. അധികം കാരമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടും. യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ്. യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടും. കുട്ടികളോട് വളരെയധികം സ്നേഹം കാണിക്കും. അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വേണ്ടത് ചെയ്തു കൊടുക്കും. കുട്ടികൾക്ക് ആത്മീയപരമായ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ആത്മീയപരമായ കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും.
പൂർവ്വജന്മ പുണ്യബലമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ്. കലകളിലും ഗണിതത്തിലുമൊക്കെ താല്പര്യം വർദ്ധിക്കും. ജ്യോതിഷപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവ് വർദ്ധിക്കും. അന്യഭാഷകൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടാകും. മാധ്യമങ്ങൾ, IT മേഖല, സെൽഫോൺ മേഖലയിലൊക്കെ ഇവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയും. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ്. ഏതൊരു പ്രവൃത്തിയിലും എത്ര കഠിനമായതാണെങ്കിലും ശരി, കഠിന പ്രയത്നത്താൽ അവയെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. രജിസ്ട്രേഷൻ, ഡോക്യുമെൻ്റ് എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ്. മാന്ത്രികം, താന്ത്രികം പോലുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. നിയമവിരുദ്ധമായി പൂർവിക സ്വത്തൊക്കെ കൈവശപ്പെടുത്താൻ ശ്രമിക്കും. ചിന്തിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. കുടുംബത്തിലുള്ളവരോട് സ്നേഹവും ബഹുമാനവുമൊക്കെ കാണിക്കും. ധനപരമായ കാര്യങ്ങളിൽ വളരെ മന്ദനിലയാണ് ഈ മാസം ഉണ്ടാവുക. വരവിനേക്കാൾ ചിലവ് കൂടുന്നൊരു മാസം തന്നെയാണ്. യാത്രാ ചെലവുകൾ അധികരിക്കും. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല. അവർക്ക് അസിഡിറ്റി പ്രശ്നങ്ങൾ, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. വീടോ സ്ഥലമോ ഒക്കെ വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സന്താനങ്ങളുമൊത്ത് യാത്രകൾ വേണ്ടതായിട്ട് വരും. മനസ്സിന് ഉന്മേഷവും ഉണർവും ഒക്കെ വർദ്ധിക്കും. ആരോഗ്യപരമായി സമയം വളരെ അനുകൂലം തന്നെയാണ്. നേരത്തെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർക്ക് രോഗശമനമുണ്ടാകും. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ്. ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ മന്ദനില അനുഭവപ്പെടും. പല പുതിയ കാര്യങ്ങൾക്കായി പണച്ചിലവുകളുണ്ടാകും. അപ്രതീക്ഷിതമായ സമയത്ത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. പിതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല. പിതൃകുടുംബത്തിലുള്ളവരോട് ശത്രുത തോന്നിപ്പിക്കും. കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും മന്ദനില അനുഭവപ്പെടും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാൻ താമസമുണ്ടാകും. ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തൽക്കാലം അതിന് ശ്രമിക്കാതിരിക്കുക. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകും. സംഘക്കൂട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മരുമക്കളുടെ സ്നേഹവും കരുതലുമൊക്കെ അനുഭവിക്കാൻ കഴിയും. പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ സമാധാനപരമായ ഒരു മാസം തന്നെയാണ്. ആരോഗ്യനില ഉത്തമമായി കാണുന്നു. ധനനില മധ്യമമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.